إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു യഥാർത്ഥ വിശ്വാസി മഹനീയമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമസ്ഥനായിരിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇണക്കമുള്ളവനാണ് വിശ്വാസി, പിണങ്ങുന്നവനല്ല. എല്ലാവരോടും സൗമ്യമായി പെരുമാറുകയും ആളുകളോട് അടുപ്പം കാണിക്കുകയും ഇണക്കം കാണിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ മുഅ്മിനു മഅ്ലഫുൻ, ഒരു യഥാർത്ഥ വിശ്വാസി ഇണക്കം കാണിക്കുന്നവനാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്. ഇണങ്ങുകയോ ഇണക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇണക്കപ്പെടുകയോ ചെയ്യാത്തവനിൽ യാതൊരു ഖൈറുമില്ല. ചില ആളുകൾ സ്വയം തന്നെ ഇണങ്ങും. അങ്ങനെ സ്വയം ഇണങ്ങാൻ തയ്യാറാവാത്തവനിൽ ഖൈറില്ല. വേറെ ചില ആളുകൾക്ക് മറ്റൊരാൾ ഇടപെട്ട് അവർ തമ്മിൽ ഇണക്കമുണ്ടാക്കേണ്ടി വരും. എന്നാൽ ഇടപെട്ടാൽ പോലും പരുഷമായ സമീപനം സ്വീകരിച്ച്, കഠിനമായ സമീപനം സ്വീകരിച്ച് ഇണക്കം കാണിക്കാതെ നിൽക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെയുള്ളവരിൽ ഖൈറില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇണങ്ങുകയും ഇണക്കുകയും ചെയ്യുന്നവനായിരിക്കണം, ഇണക്കപ്പെടുകയും ചെയ്യുന്നവനായിരിക്കണം ഒരു വിശ്വാസി. അതുകൊണ്ട് തന്നെ പിണങ്ങാനുള്ള സാധ്യതകളെയെല്ലാം ഇല്ലാതെയാക്കാൻ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ പുഞ്ചിരിക്കണം. അതൊരു നല്ല പ്രവൃത്തിയാണ്, മനസ്സിൽ സ്നേഹമുണ്ടാക്കും. അതേപോലെ തന്നെ സലാം പറയണം. സലാം പറഞ്ഞാൽ മടക്കുകയും വേണം. അതും നിങ്ങൾക്കിടയിൽ മഹബ്ബത്തിനെ ഉണ്ടാക്കും. പിന്നെ നിങ്ങൾ കൈ കൊടുക്കണം, പരസ്പരം കൈ കൊടുത്ത് മുസാഫഹത്ത് നടത്തണം. നിങ്ങളുടെ പാപങ്ങൾ വരെ പൊറുക്കപ്പെടും. അതിനേക്കാൾ എല്ലാം ഉപരി നല്ല വാക്കുകളെ പറയാവൂ. കാരണം പിശാച് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്. വാക്കുകളിലൂടെ അവൻ നിങ്ങൾക്കിടയിൽ തെറ്റിക്കാൻ ശ്രമിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ. എൻ്റെ അടിമകളോട് പറയണം, അവർ നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം ഇന്ന ശൈത്വാന യൻസഉ ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും, നിങ്ങളെ തമ്മിൽ തെറ്റിക്കും, പിണക്കമുള്ളവരാക്കും. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവൻ മുബീന. കാരണം പിശാച് മനുഷ്യരുടെ പ്രത്യക്ഷ ശത്രുവാണ്. അവൻ്റെ ശത്രുത അവൻ പ്രകടമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുക. പ്രത്യേകിച്ചും വിശ്വാസികളെ തമ്മിൽ തെറ്റിച്ച് കളയൽ പിശാചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനുള്ള ഒരു വഴി ഉണ്ടാക്കലാണ് മോശമായ സംസാരം. അതൊരിക്കലും ഉണ്ടാവരുത്. നിങ്ങൾ എപ്പോൾ സംസാരിക്കുമ്പോഴും നല്ലത് സംസാരിക്കണം.
ഇല്ലെങ്കിൽ മനസ്സിൽ പിശാച് വസ്വാസ് ഉണ്ടാക്കും. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിലെ രക്ഷ തേടുന്ന അധ്യായം, ആ അധ്യായങ്ങളിൽ ഒന്നായ സൂറത്തുൻ നാസിൽ നമ്മൾ റബ്ബിനോട് കാവൽ തേടേണ്ടുന്ന ഒരു വിഷയം എന്താണ്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസിന്റെ വസ്വാസ്, അതിന്റെ ഷർറിൽ നിന്ന്. അതിന് ഷർറുണ്ട്. എന്താണ് അവൻ ചെയ്യുന്നത്? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യരുടെ മനസ്സുകളിൽ വസ്വാസ് ഉണ്ടാക്കുക, തെറ്റായ തോന്നലുകൾ, ഊഹമുണ്ടാക്കുക, ഒരാളെപ്പറ്റി, ഒരു സഹോദരനെ പറ്റി ഒക്കെ മനസ്സിൽ ഇല്ലാത്ത തോന്നലുകൾ ഉണ്ടാക്കുക. ഈ പണിയെടുക്കുന്നത് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുകളിൽപ്പെട്ട ശൈത്താനും മനുഷ്യരിൽപ്പെട്ട ശൈത്താനുകൾക്കും ഇതിൽ പങ്കുണ്ട്. രണ്ടു കൂട്ടരും മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ആ വിഷയത്തിൽ കാവൽ തേടുകയും പരസ്പരം ഇണക്കം കാണിക്കുന്ന ആളുകളായി, നല്ല വാക്കുകൾ പറയുന്നവരായി നാം മാറുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി സ്വാഭാവികമായും മനുഷ്യനാണ്, ഒരാളോട് നമുക്ക് പിണക്കമൊക്കെ തോന്നാം. പക്ഷേ വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു കൊടുത്ത് മാപ്പ് നൽകി വേഗം ഇണങ്ങലാണ് നല്ലത്. പിണങ്ങിയാൽ ഇണങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കലും പിശാചിന്റെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുദിൽ ആഫ്വ, നിങ്ങൾ വിട്ടുവീഴ്ചയെ ഒരു സ്വഭാവമായി സ്വീകരിക്കണം. മാപ്പ് നൽകുന്നതിനെ ഒരു സ്വഭാവമായി നിങ്ങൾ സ്വീകരിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? അബദ്ധങ്ങളും തെറ്റുകളും നമ്മളോട് തിന്മകളുമൊക്കെ ആരും ചെയ്തേക്കാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആരും ആരിൽ നിന്ന് ഉത്തമനല്ല, ആരും ആരിൽ നിന്ന് മോശമല്ല. മനുഷ്യർക്ക് അബദ്ധങ്ങൾ പറ്റും. അതുകൊണ്ട് തന്നെ ഖുദിൽ അഫ്വ, പരസ്പരം മാപ്പ് നൽകൽ ഒരു മൻഹജായി സ്വീകരിക്കൂ നബിയെ. വഅ്മുറു ബിൽ ഉർഫി, നന്മ കാണിക്കണം, നന്മ കൽപ്പിക്കണം. വഅഅരിദു അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ, വിവരമില്ലാത്തവരെ അവഗണിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. മാപ്പ് നൽകാതിരിക്കുവാനും പിണക്കം കാണിക്കുവാനും മോശമായി പെരുമാറാനും പിശാച് നിങ്ങളുടെ മനസ്സിൽ കുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പ്രേരണ മനസ്സിൽ അനുഭവപ്പെട്ടാൽ ഫസ്തഇദ് ബില്ലാഹ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. കാരണം ഇണങ്ങാൻ നിങ്ങളെ സമ്മതിക്കാത്തത് ശൈത്താനാണ്. മാപ്പ് നൽകാൻ നിങ്ങളെ സമ്മതിക്കാത്തത് ശൈത്താനാണ്. അതുകൊണ്ട് തന്നെ പിശാചിൽ നിന്ന് കാവൽ തേടണം. നിങ്ങൾ അതിൽ നിന്ന് രക്ഷ തേടണം. വിട്ടുവീഴ്ചയെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാർഗമായി, ഒരു മൻഹജായി സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മനുഷ്യനെ പിണക്കത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് തർക്കവിതർക്കങ്ങൾ നടത്തുക എന്നുള്ളത്. തർക്കിക്കുക, അനാവശ്യമായി തർക്കിക്കുക. ചെറിയ വിഷയങ്ങളിൽ പോലും തർക്കിച്ച് മനുഷ്യനെ ഗുരുതരമായ അബദ്ധങ്ങളിലേക്ക് എത്തിക്കാൻ പിശാച് ശ്രമിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അബ്ഗദുർ റിജാലി ഇലല്ലാഹ് അൽ അലദ്ദുൽ ഖസീം. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ആളുകൾ അനാവശ്യമായി തർക്കിക്കുന്ന ആളുകളാണ്. തൊട്ടതിനും പിടിച്ചതുമൊക്കെ അവർക്ക് തർക്കമാണ്. ആ തർക്കങ്ങളിലൂടെ സംഭവിക്കുന്നത് രണ്ടാളുകൾ തെറ്റുക മാത്രമല്ല, വലിയ വലിയ കൊലപാതകങ്ങളും യുദ്ധങ്ങളും വരെ മനുഷ്യന്റെ നാവിൽ നിന്നുണ്ടാവുന്നതാണ്. കൊലപാതകങ്ങളിലേക്ക്, നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ വരെ കൊലപാതകങ്ങൾ നടക്കുന്നു. ഇന്ന് നമുക്ക് വാർത്തകൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതിനു വേണ്ടിയാണോ അവർ കത്തിയെടുത്ത് കുത്തിയത്, ഇതിനു വേണ്ടിയാണോ അവർ തോക്കെടുത്ത് വെടിവെച്ചത് എന്ന് നമുക്ക് തോന്നും. അത് പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് അല്ലാഹുവിന് അങ്ങനെ തർക്കിക്കുന്ന ആളുകളെ ഇഷ്ടമല്ല. ഇനി സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും മൗനമാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ. സ്വർഗത്തിന്റെ ഓരത്ത്, അതിന്റെ താഴ്ഭാഗത്ത് ഒരു വീട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും തർക്കിക്കാതിരിക്കുന്ന ആളുകൾക്ക്. നമ്മൾ പറയുന്നതായിരിക്കും സത്യം, മറ്റേ ആൾ പറയുന്നത് അസത്യമോ അബദ്ധമോ ആയിരിക്കാം, എന്നാലും തർക്കിക്കണ്ട. അങ്ങനെ തർക്കിക്കാതിരുന്നാൽ സ്വർഗത്തിൽ ഒരു വീട് ഓഫർ ചെയ്യണമെങ്കിൽ അത് അത്രയും നല്ല കാര്യമായിട്ടാണ്. മാത്രമല്ല, തർക്കിച്ചാൽ പലപ്പോഴും ആളുകൾ ഫുജൂർ കാണിക്കും, തോന്നിവാസം കാണിക്കും. അത് മുനാഫിക്കുകളുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഇദാ ഖാസമ ഫജറ. ആരോടെങ്കിലും തർക്കിച്ചാൽ തോന്നിവാസം പ്രവർത്തിക്കൽ, അനാവശ്യം പ്രവർത്തിക്കൽ, അത് മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അതൊരിക്കലും യഥാർത്ഥ വിശ്വാസികൾക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നല്ല വാക്കുകൾ പറഞ്ഞും തർക്ക സ്വഭാവം ഒഴിവാക്കിയും പരസ്പരം ഇണങ്ങിയും നമ്മൾ ജീവിക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്,
അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആകാശത്തേക്ക് കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹലു അലൈ. അള്ളാഹുവേ, ഞാൻ സ്വയം തെറ്റിപ്പോകുന്നതിൽ നിന്നും മറ്റൊരാളെ തെറ്റിക്കുന്നതിൽ നിന്നും, ആരെങ്കിലും എന്നെ തെറ്റിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വയം തെറ്റിപ്പോകുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ വഴി തെറ്റിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ എന്നോട് ദുൽമ കാണിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോട് ദുൽമ കാണിക്കുന്നു, ആരെങ്കിലും എന്നോടൊരു ജഹല് കാണിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളോട് ജഹല് കാണിക്കുന്നു, അതിൽ നിന്നൊക്കെ അള്ളാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്നാണ്. ഒരു നിലക്കും ശരിയായ വഴി തെറ്റിപ്പോവരുത്. അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലാകട്ടെ, ഇനി പോകുന്ന വഴിയാകട്ടെ, അതും തെറ്റിപ്പോവാതെ, ആരോടും ദുൽമ കാണിക്കാതെ, ആരെയും ആക്രമിക്കാതെ, ആരോടും ജഹാലത്ത് കാണിക്കാത്തൊരവസ്ഥ നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് വിട്ടിറങ്ങിയിരുന്നത്. അത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കുക, ജനങ്ങൾക്ക് മാപ്പ് നൽകുക, ഇണങ്ങുന്ന സ്വഭാവമുള്ള ആളുകളായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കും. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സ്വഹീഹായ ചില ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാത്ത രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് മുശ്രിക്കുകളാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ, സൃഷ്ടികളെ, മനുഷ്യരെ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, മലക്കുകളെ, ജിന്നുകളെ, കല്ലുകളെ, മരങ്ങളെ, എന്തിനെ തന്നെയാകട്ടെ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അതേപോലെ തന്നെ പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളും ഇണങ്ങുന്നതുവരെ അവരുടെ കാര്യം മാറ്റിവെക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമെന്നാണ്. അതിൽപ്പെട്ട പല പണ്ഡിതന്മാരും ഹസൻ എന്ന് വിശേഷിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ യത്ലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ വയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രികിൻ ഔ മുശാഹിൻ. ശഅബാൻ പകുതിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിലേക്ക് എത്തി നോക്കും. എന്നിട്ട് അവൻ്റെ സൃഷ്ടികൾക്കെല്ലാവർക്കും, ശിർക്കില്ലാത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ മുശാഹിൻ, പരസ്പരം പിണങ്ങാത്ത ആളുകൾക്കും. എന്നാൽ പിണങ്ങിക്കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് എല്ലാ ശിർക്കിൽ നിന്നും മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. ഒരു മുഅ്മിനാകട്ടെ പിണങ്ങുന്നവനല്ല, ഇണങ്ങുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ 3 ലയാലിൻ. ഒരു മുസ്ലിമായ മനുഷ്യന് തൻ്റെ സഹോദരനെ 3 ദിവസത്തിൽ കൂടുതൽ അവനെ അകറ്റി നിർത്താൻ, അവനെ പിണക്കി മാറ്റി നിർത്താൻ പാടില്ല എന്നാണ്. അതിൻ്റെ മുമ്പ് ഇണങ്ങേണ്ടതാണ്. എന്നാൽ ചെറിയ ചെറിയ തർക്കങ്ങളുടെ പേരിൽ, വിഷയങ്ങളുടെ പേരിൽ വർഷങ്ങളോളം പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ഒരിക്കലും അത് നമുക്ക് അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാപ്പ് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യമാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാത്തത്? നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നിരന്തരം ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ എന്നാണ് ഖുദ്സിയായ ഹദീസിലുള്ളത്. രാവ് പകൽ ഒരുപോലെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ അങ്ങനെയാണ്, രാവിലും പകലിലും അവനിൽ തെറ്റ് സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റബ്ബിനോട് എന്താണ് പറയുന്നത്? അല്ലാഹു എനിക്ക് പുറത്തു തരണമേ. അല്ലാഹു നമുക്ക് പുറത്തു തരുന്നതല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നമ്മളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താലോ നാം പുറത്തു കൊടുക്കുന്നുമില്ല. അതെന്തൊരു വിരോധാഭാസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇർഹമു തുർഹമു വഗ്ഫിറു യഗ്ഫിരില്ലാഹു ലക്കും. നിങ്ങൾ ജനങ്ങളോട് കരുണ കാണിക്കുക, എങ്കിൽ അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കും. നിങ്ങൾ ജനങ്ങൾക്ക് മാപ്പ് നൽകുക, എങ്കിൽ അല്ലാഹു നിങ്ങൾക്കും മാപ്പ് നൽകുന്നതാണ്. അല്ലാഹു നമുക്ക് മാപ്പ് നൽകണോ? ജനങ്ങൾക്ക് നമ്മൾ മാപ്പ് നൽകണം. വഅൻ തഅഫു അഖ്റബു ലിത്തഖ്വാ.
നിങ്ങൾ മാപ്പ് നൽകലാണ് തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. മുത്തഖീങ്ങൾക്കുള്ളതാണ് സ്വർഗമെങ്കിൽ മാപ്പ് നൽകുന്നവർക്കുള്ളതാണ് സ്വർഗം. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അഫ്വ് നൽകുന്ന, മാപ്പ് നൽകുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അവർക്ക് വേണ്ടിയാണ് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകം ഒരുക്കി വെച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് വിട്ടുവീഴ്ച കാണിക്കുക, മാപ്പ് നൽകുക, ഇണക്കമുള്ളവരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ സ്വഭാവത്തിൻ്റെ ഉടമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.